സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് നിങ്ങളെ കാണുവാനും ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ദൈവദാസനെ ഓർപ്പിച്ചല്ലോ. എന്നാൽ അതിൽ നിന്ന് നമ്മളെ വിടിവിക്കുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട്. രാസലഹരി, മദ്യപാനം, വിധങ്ങളായ ഭയാനകമായ രീതിയിൽ ഈ തലമുറ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജീവനുള്ളൊരു ദൈവം, ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവം, കഷ്ടതയില്, പ്രതിസന്ധിയില്, മദ്യപാനത്തില് തകർന്ന് ഇനി ജീവിതം മുന്നോട്ടില്ല എന്ന് ഭാരപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തെ, ഇരുട്ടിനെ അത് തപ്പിത്തടയുന്ന അനുഭവങ്ങളിൽ നിങ്ങളെ വിടിവിക്കുവാൻ കഴിവുള്ള ആ സുവിശേഷമാണ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കറിയാവോ, എവിടെയെല്ലാം ഈ സുവിശേഷം വ്യാപരിക്കുന്നുണ്ടോ അവിടെയെല്ലാം അന്ധവിശ്വാസങ്ങളിൽ ജനം മാറുന്നുണ്ട്. അനേകം മദ്യപാനികൾ, തകർന്നിരിക്കുന്നവർ ഈ സുവിശേഷം നിമിത്തമായിട്ട് അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്റെ മദ്യപാനം മാറുവാൻ, ദുശീലങ്ങൾ മാറുവാൻ, തകർച്ച മാറുവാൻ, ശാപക്കെട്ട് മാറുവാൻ, അയ്യോ ഞാനിനി പോകാത്ത സ്ഥലമില്ലല്ലോ, എന്ത് എന്നറിയില്ലാതെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയെങ്കിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഒരു കാലത്ത് ഞങ്ങളും ഇതുപോലെ ചിന്തിച്ചവരാണ്. അതേ, പല കാര്യങ്ങൾ ചെയ്തു നോക്കി, മതാചാരങ്ങൾ ചെയ്തു നോക്കി, നൊയമ്പ് നോക്കി നോക്കി, ഒട്ടനവധിയായി പണം ചെലവഴിച്ചു നോക്കി, സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് എങ്ങനെ ഈ മദ്യപാനം മാറും, എങ്ങനെ ദുശീലങ്ങൾ മാറും, എങ്ങനെ മുന്നോട്ട് പോകുന്നു തപ്പിത്തടയുമ്പോഴാണ് യേശുവിന്റെ സുവിശേഷം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. ഒരു പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തികളിൽ സമാധാനമില്ല, കുടുംബങ്ങളിൽ സമാധാനമില്ല, സമൂഹത്തിൽ സമാധാനമില്ല. സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ മദ്യം അത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. എന്നാൽ അത് പിന്നീട് അതിന്റെ അടിമയായിട്ട് ആളുകൾ തീരുകയാണ്. ഇന്ന് സമാധാനത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, എത്രയോ പണങ്ങൾ ആളുകൾ സമാധാനത്തിന് ചെലവാക്കുന്നു, എന്നാൽ ഒരേടത്ത് സമാധാനം കിട്ടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചിലരെല്ലാം രാസലഹരി ഉപയോഗിക്കുന്നു, ചിലർ മദ്യപാനം അത് അവരുടെ ശീലത്തെ, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റുന്നു, എങ്കിലും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അനേകം ആളുകൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അത് മരുന്നെല്ലാം കഴിച്ചിട്ട്, മെഡിസിൻ കഴിച്ചിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു ലോകത്ത് സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൽ കാണുന്നുണ്ട്, യേശു കർത്താവാണ് സമാധാനം. നിങ്ങൾക്കറിയാവോ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനാണ് സമാധാനം നഷ്ടപ്പെട്ടത്. ദൈവവുമായിട്ട് കൂട്ടത്തിലായിരുന്നു, ദൈവത്തോടൊപ്പമായിരുന്നു മനുഷ്യന്റെ വാസം. ഏദൻ പർദീസ എന്ന് പറയുന്ന പർദീസയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വിശുദ്ധ വചനം നാം